മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ദാറ്റ്സ് ദ ലോജിക്കൽ കോൺട്രഡിക്ഷൻ. സത്യത്തിനൊരു ലോജിക്കൽ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും, എന്നാൽ ഇവിടെ ഒരു ലോജിക്കൽ കോൺട്രഡിക്ഷൻ നടക്കുന്നു. രണ്ടാമത്, എംപിരിക്കൽ എവിഡൻസ്. സത്യത്തെ നമുക്ക് വായിച്ചറിയാം, കേട്ടറിയാം, കണ്ടറിയാം, തൊട്ടറിയാം. യോഹന്നാൻ പറയാണ്, ഇതാരും പറഞ്ഞിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നതല്ല. ഞങ്ങളുടെ സ്വന്തം കാതുകളിൽ കേട്ടു, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടു, പിന്നെ ഞങ്ങൾ തുറകണ്ണുകളോടെ നോക്കിയിരുന്നിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ തൊട്ടു നോക്കിയിട്ടുണ്ട്. തൊട്ടു നോക്കി എന്നുള്ള കാര്യത്തിൽ എനിക്ക് യോഹന്നാനോട് യാതൊരു എതിർപ്പുമില്ല. കാരണം യോഹന്നാൻ തൊട്ടതുപോലെ വേറെ ആരും തൊട്ടിട്ടില്ല. യോഹന്നാൻ പലപ്പോഴും being the youngest in the company, youngest among the disciples, യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാരി ഇരുന്നിട്ടുണ്ട്. എത്രയോ തവണ ചാരി ഇരുന്നിട്ടുണ്ടല്ലേ. യോഹന്നാൻ പറയാണ്, ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനത്തിൻ്റെ സാക്ഷികളാണിത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ വിഷയം? ലോജിക്കൽ കൺസിസ്റ്റൻസി, എംപിരിക്കൽ എവിഡൻസ്. ഇനി അടുത്തത് എക്സ്പീരിയൻഷ്യൽ റെലവൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ അനുഭവിച്ചവരാണ്. സത്യം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സത്യത്തിൽ നിന്ന് മാറാൻ പറ്റുമോ? ആ ഒരു വാക്കിൽ നിന്നാണ് ഗ്രീക്ക് പദമായ മാർട്ടോറിയോ, നമ്മുടെ ഇംഗ്ലീഷിലെ മാർട്ടയർ ഇല്ലേ, മാർട്ടയർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം വന്നിരിക്കുന്നത് ഗ്രീക്കിലെ മാർട്ടോറിയോ എന്ന് പറഞ്ഞാൽ ആ മാർട്ടയർ ഒരു രക്തസാക്ഷി. What is the empirical relevance? Logical consistency, പിന്നെ empirical adequacy, experiential relevance. എന്താ experiential relevance? ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാ ഈ സത്യത്തിന് വേണ്ടിയിട്ട്. ശിഷ്യന്മാർ വല്ലവരും പിന്മാറിപ്പോയോ? ഇല്ല, ആരും പിന്മാറിപ്പോയില്ല. സത്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തന്നേ. പത്രോസും യോഹന്നാനും ആന്ത്രയോസും യാക്കോബും ഒക്കെ സത്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു. സാക്ഷാൽ സനാതന സത്യത്തിന് വേണ്ടി. സോ വാട്ട് ഈസ് ട്രൂത്ത്? പീലാത്തോസിന്റെ ചോദ്യമാണ്, വാട്ട് ഈസ് ട്രൂത്ത്? Truth has a logical consistency, empirical adequacy, and experiential relevance. ശിഷ്യന്മാർ പറയാൻ, ഞങ്ങൾ ഈ സാക്ഷ്യത്തിന് സാക്ഷികളാണ്. ഞങ്ങൾ കേട്ടതാ, ഞങ്ങൾ കണ്ടതാ, ഞങ്ങൾ നോക്കിയതാ. ഇനിയും പിന്മാറാൻ ഞങ്ങൾക്കില്ല. സത്യമല്ല, അതുകൊണ്ടാണ് ജീവൻ വെച്ചു കൊടുത്തത്. നമ്മൾ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്മാറുവാൻ നമുക്ക് സാധ്യമല്ല. നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. നമ്മൾ സത്യമാണ്, ഇനിയും പിന്മാറുവാൻ നമുക്ക് അവസരമില്ല, സാധ്യമല്ല. അപ്പോൾ പീലാത്തോസിൻ്റെ ചോദ്യം, വാട്ട് ഈസ് ട്രൂ? ആ സത്യത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതലായി ചിന്തിക്കാം. പീലാത്തോസ് കർത്താവിനെ ന്യായം വിധിക്കുന്നതിൽ എന്തൊക്കെ പാളിച്ചകൾ വന്നു എന്നുള്ളതും അതിൻ്റെ പരിണത ഫലങ്ങളുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പീലാത്തോസ് യേശുവിനെ ജനത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ബിഹോൾഡ് ദ മാൻ. ജനത്തിന് പീലാത്തോസ് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നു. ബിഹോൾഡ് ദ മാൻ. അത് നാം അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ലോജിക്കൽ consistency of truth, empirical adequacy of truth, experiential relevance of truth, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം.